ഞാൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എപ്പോഴെങ്കിലും പ്രവേശിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ച ഒരാളല്ല. ഞാനൊരു സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകനാണ്. എനിക്കൊരു രാഷ്ട്രീയ നിലപാടുണ്ട് എന്ന് എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽക്ക് ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് KSFിൽ മെമ്പർഷിപ്പ് എടുത്ത ആളാണ്. അന്ന് KSF ആണ്. പിന്നെ അത് SFI ആയി. അങ്ങനെ പ്രീ ഡിഗ്രി വരെ SFIക്കാരനായിരുന്നു. SFI കഴിഞ്ഞ് കുറച്ചു കാലം ജനകീയ സാംസ്കാരിക വേദിയുടെ സ്വാധീനത്തിൽപ്പെട്ടു. അക്കാലത്ത് മിക്കവാറും യുവാക്കളൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു. പക്ഷെ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അതിൽ നിന്ന് പിൻവാങ്ങി വന്നു. ആ ഘട്ടത്തിലാണ് 78-ൽ അഖില കേരള അടിസ്ഥാനത്തിൽ യുവകലാസാഹിതി നടത്തിയ ഒരു കവിതാ മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടി. ഞാൻ 78-ൽ യുവകലാസാഹിതിയുടെ ഭാഗമായതാണ്. ഇപ്പോൾ യുവകലാസാഹിതിയുടെ പ്രസിഡൻ്റാണ്. അപ്പോൾ ആ നിലയ്ക്ക് CPIയുടെ രാഷ്ട്രീയത്തോട് ആശയപരമായ ഒരു അടുപ്പം നിലനിർത്തി പോരുന്ന ഒരാളാണ്. എന്നാൽ ഇതൊന്നും തിരഞ്ഞെടുപ്പിൽ നിൽക്കാനുള്ള യോഗ്യതയല്ല, അതിനെ ഞാനൊട്ട് ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷേ വളരെ യാദൃച്ഛികമായി തൃശ്ശൂരിൽ ഒരു സാംസ്കാരിക മുഖം അവതരിപ്പിക്കണമെന്ന് CPI തീരുമാനിക്കുകയും ഞാൻ കാസർഗോട്ടേക്ക് പ്രസംഗിക്കാൻ പോകുമ്പോഴാണ് ബിനോയ് സഖാവ് വിളിക്കുന്നത്. എന്നോട് ചോദിച്ചത്, തിരഞ്ഞെടുപ്പൊക്കെ വരികയല്ലേ, എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, തിരഞ്ഞെടുപ്പിൽ ഒന്ന് മെനക്കെട്ടാൽ തുടർഭരണം ഉണ്ടാക്കാം, അതല്ല സാംസ്കാരിക രംഗത്ത് നിന്ന് ഇടപെടൽ വേണ്ടേ. അപ്പോൾ സഖാവ് വിളിച്ചാൽ മതി, പ്രസംഗിക്കേണ്ടത് ഞാൻ വരാം. പ്രസംഗിക്കാനല്ല, നമുക്ക് മത്സരിക്കേണ്ടതെന്ന് ചോദിച്ചു. അയ്യോ എന്ന് നിലവിളിക്കാൻ ഞാൻ ചെയ്തത്. പക്ഷേ ഏതായാലും ആ നിലവിളി നമുക്ക് പിൻവലിക്കേണ്ടി വന്നു. കാരണം പാർട്ടി ഒരു സാംസ്കാരിക മുഖം തൃശ്ശൂർ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. ഒരു പേരേ വന്നിട്ടുള്ളൂ, വേറൊരു പേരില്ല. ലീലാകൃഷ്ണൻ അത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഇങ്ങനെ ഇടതുപക്ഷ പാർട്ടികൾ ഒരു ആവശ്യം ഉന്നയിച്ചാൽ പറ്റില്ല എന്ന് പറയാൻ പറ്റാത്തൊരു ബന്ധമുണ്ട് എന്നാണ്, അതാണ് ആദ്യത്തെ തിരിച്ചറിവ് എനിക്കുണ്ടായത്. ഇങ്ങനെ ഇടതുപക്ഷ പ്രസ്ഥാനത്തുനിന്ന് ഒരു ആവശ്യം ഉന്നയിക്കപ്പെടുമ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റാത്ത ഒരു ബലഹീനത ഈ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ട്. ആ വൈകാരിക ബന്ധത്തിൻ്റെ പുറത്താണ് മത്സരിക്കാൻ തീരുമാനിച്ചത്. തീർച്ചയായിട്ടും അതൊരു ഷോക്കിംഗ് അനുഭവമാണ്. പെട്ടെന്ന് എടുത്തടിച്ചതുപോലെ വേറൊരു രംഗത്തേക്ക് എറിയപ്പെടുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ഒരു ആന്തരികമായ സംഘർഷത്തിലായിരുന്നു. എനിക്ക് ഈ പരിവർത്തനം സാധിക്കുമെന്ന് സംശയിച്ചിരുന്നു. പക്ഷേ അത് വളരെ പെട്ടെന്ന് സാധ്യമായി. അതിന് 2 കാരണമാണ്. ഒന്ന്, നല്ല പ്രവർത്തകരുണ്ടായിരുന്നു തൃശ്ശൂരിൽ. മാത്രമല്ല എനിക്ക് എൻ്റെ ഉള്ളിലൊരു രാഷ്ട്രീയക്കാരനുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു കുറച്ച് കാലം കൊണ്ട്. പിന്നെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു പരിചയശീലമുണ്ട്. ആളുകളായിട്ട് ധാരാളം ഇടപഴകിയ ശീലമുണ്ട്. അതൊക്കെ എടുത്ത് പുറത്തേക്കെടുത്തു. പരിപൂർണമായും സമർപ്പിതനായി ഒരു മാസം, 1 മാസം പ്രവർത്തിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവ്, നമ്മൾ രാഷ്ട്രീയക്കാരെ വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ പരിഹസിക്കും, കളിയാക്കും, കൊള്ളാത്തവരാണെന്ന് പറയും. പൊളിറ്റിക്സ് ആ ഒരു സ്കൗണ്ടറലിൻ്റെ അവസാനത്തെ ആശ്രയമാണെന്ന് വിധി എഴുതും. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ജനകീയ ജീവിതം എളുപ്പമല്ല. കാരണം ലക്ഷക്കണക്കായ മനുഷ്യരുമായിട്ട് നിരന്തരം ഇടപഴകിക്കൊണ്ടിരിക്കണം. അവരുടെ ആവശ്യങ്ങൾക്ക് ചെവി കൊടുക്കണം. അവരുടെ ബന്ധുവാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അവരുടെ സ്വന്തമാണെന്ന് ബോധ്യപ്പെട്ടാലല്ലാതെ ജനങ്ങൾ വോട്ട് തരില്ല. അപ്പോൾ ഈ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടമില്ലെങ്കിൽ ഏത് കൊമ്പത്തെ സാഹിത്യകാരനായാലും അവർ അംഗീകരിക്കില്ല. അതെനിക്ക് നേരത്തെ അറിയാമായിരുന്നൊരു കാര്യമായതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, എനിക്ക് കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് അടിത്തട്ടിലെ ആളുകളെ, ബൂത്ത് തലത്തിലുള്ള ആളുകളെ കാണാനൊരു സൗകര്യം ഉണ്ടാക്കി തരണം. അപ്പോൾ അവിടുത്തെ പ്രവർത്തകർ, അവിടുത്തെ CPIയുടെയും CPMൻ്റെയും പ്രവർത്തകർ എനിക്കൊരു സൗകര്യം ഉണ്ടാക്കി തന്നു. 211 ബൂത്തിലും ആളുകളെ പോയി കണ്ടു. അപ്പോൾ ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ, 100-100 ഒക്കെ ആളുകൾ പങ്കെടുക്കുന്ന മീറ്റിങ്ങുകളിൽ ചെന്ന് ഇടപെട്ടപ്പോഴാണ് ഈ സാഹിത്യകാരൻ എന്ന തലം വിട്ട് ജനങ്ങളുടെ ഒരാളാണ് എന്നവരെ തോന്നിപ്പിക്കാൻ, അത് തന്നെ ആദ്യത്തെ ഒരു കടമ്പയായിരുന്നു. അത് എളുപ്പമല്ല. എല്ലാ മരണ വീടുകളിലും പോകണം, എല്ലാ കല്യാണ വീടുകളിലും പോകണം, എല്ലാവിധ ജനപ്രശ്നങ്ങളിലും നമ്മൾ ചെവി കൊടുത്ത് ഇടപെടണം, അവരുടെ ആളാണെന്ന് തോന്നിപ്പിക്കണം. ആ ഒരു പരിവർത്തനം 1 മാസം കൊണ്ട് സാധിച്ചെടുത്തത് എൻ്റെ വ്യക്തിത്വത്തെ മാറ്റിയിട്ടുണ്ട്. വാസ്തവത്തിൽ അഹന്തയുടെ അവസാനത്തെ തരി പോലും ഇല്ലാതായി. അഹങ്കരിക്കാനില്ല. ഈ ജനങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു അഹങ്കാരം നടക്കില്ല. നമ്മളിപ്പോൾ പല നേതാക്കന്മാരെക്കുറിച്ചും അഹങ്കാരികളാണെന്നൊക്കെ മുദ്ര കുത്തുന്നുണ്ട്. അവരുടെ ബോഡി ലാംഗ്വേജോ അവരുടെ പുറത്തേക്കുള്ള ആളുകളുടെ വാക്കോ ഒക്കെ വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ അവരുണ്ടായി വന്നത് ഈ ജനങ്ങൾക്കിടയിൽ കിടന്ന് പോരാടിയും അവരുടെ ആളായി നിന്നും അവരുടെ ജീവിതത്തോടൊപ്പം സ്പന്ദിച്ചും പ്രതിസ്പന്ദിച്ചും അവരെ ചേർത്ത് പിടിച്ചും അവരിൽ വിശ്വാസമർപ്പിച്ചും അവരുടെ സുരക്ഷയിലും വളർന്നു വന്നതാണ്
കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും നേതാക്കന്മാർ. അങ്ങനൊരു വലിയ പരിസ്ഥിതി അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരുക്കി തന്ന വേദിയിൽ പോയി പ്രസംഗിക്കുന്നത് പോലെയല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത്. അത് അവരുടെ അടിത്തട്ടിലെ പ്രശ്നങ്ങളോട് ഇടപെട്ടുകൊണ്ടാണ്, അതിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ്. അങ്ങനെ ചേർത്ത് പിടിക്കാനുള്ളൊരു പരിശീലനം വളരെ വൈകിയ പ്രായത്തിലാണെങ്കിലും കിട്ടിയത് എൻ്റെ വ്യക്തിത്വത്തെ കുറച്ചുകൂടി വികസിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് നമുക്കുള്ള ഒരു സാമൂഹ്യ ബന്ധമല്ല ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് വേണ്ടത്. അത് പൂർണ്ണമായി വിജയിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. വിജയിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ വിജയിക്കുമായിരുന്നു. അപ്പോൾ അത് പൂർണ്ണമായിട്ടില്ല. എങ്കിലും അതൊരു ജീവിത പാഠമാണ്. നമുക്ക് വ്യക്തിഹന്തകളേക്കാൾ പ്രധാനമാണ് നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യർ. എത്രയോ പാവപ്പെട്ട മനുഷ്യരെ കണ്ടു. പാവപ്പെട്ടെന്ന് പറഞ്ഞാൽ പട്ടിണി, വിശപ്പില്ല. പക്ഷേ വിശപ്പിനേക്കാളേറെ പലതരത്തിലുള്ള രോഗബാധിതർ, അവശർ, ഈ പറഞ്ഞ മാതിരി അംഗവൈകല്യമുള്ളവർ, ഓട്ടിസം ബാധിച്ചവർ, അനാഥാലയങ്ങളിൽ കഴിയുന്നവർ, അവിടെയൊക്കെ ചെല്ലുമ്പോഴാണ് ഈ ജീവിതത്തിൻ്റെ യഥാർത്ഥ ചിത്രം നമുക്ക് കിട്ടുക. അവരൊക്കെ എപ്പോഴും സംരക്ഷിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകരാണ്. രാഷ്ട്രീയ പ്രവർത്തകർ ഒരുക്കി കൊടുത്ത തണലിടങ്ങളിലാണ് അവരിപ്പോഴും ജീവിക്കുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്ത ഏറ്റവും വലിയ സേവനമായിട്ട് എനിക്ക് ഈ യാത്രയിൽ തോന്നിയത് അതിദാരിദ്ര്യമുക്തമായൊരു പ്രദേശമായിട്ട് കേരള സംസ്ഥാനത്തെ മാറ്റി. ഇത് വിപ്ലവം നടന്ന നാടല്ല. 1957 മുതൽ 2026 വരെ വന്ന ഗവൺമെൻറ്റുകളിൽ ഇടപെട്ടുകൊണ്ടാണ് അതിദാരിദ്ര്യമുക്തമായ നാടായിട്ട് നമ്മുടെ നാടിനെ മാറ്റിയത്. പട്ടിണി കിടക്കുന്നവരില്ല. മറ്റ് പ്രശ്നങ്ങളുണ്ട്. അതിനും വലിയൊരളവ് വരെ പരിഹാരമുണ്ടാക്കാൻ ഇക്കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്റിനും സാധിച്ചിട്ടുണ്ട്. ആശുപത്രികൾ ജനകീയമായി. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു കോളനിയിൽ ഒരാൾ ഈ തുറന്ന ശസ്ത്രക്രിയ കഴിഞ്ഞ്, ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ് നടക്കാൻ പോയിരിക്കുകയാണ്. ഭാര്യ പറഞ്ഞു, ഒരു പൈസ ചിലവില്ലാതെ ജില്ലാശുപത്രിയിലാണ് ചെയ്തത്. ലക്ഷങ്ങൾ പ്രൈവറ്റ് ആശുപത്രികൾ ഈടാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത് ആശുപത്രി രംഗത്താണെങ്കിലും ഭക്ഷണത്തിൻ്റെ രംഗത്താണെങ്കിലും പൊതുവിതരണ രംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ കുത്തക മുതലാളിമാർക്ക് വലിയ വിയോജിപ്പുമുണ്ട്. അപ്പോൾ നമുക്ക് ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തിൽ ആഹ്ലാദിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തുടർഭരണങ്ങൾ കൊണ്ട് 10 വർഷം കേരളത്തിൽ ഭരണവിരുദ്ധ തരംഗം ഉണ്ടാവാനുള്ള ഒരു കുഴപ്പവും ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടില്ല. അതും എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ടതാണ്. താഴെത്തട്ടിലൊരു മനുഷ്യരും ഭരണവിരുദ്ധ വികാരമൊന്നും പങ്കുവയ്ക്കുന്നില്ല. പക്ഷെ നിർമ്മിക്കപ്പെട്ട ചില എതിർപ്പുകളുണ്ട്. അത് വ്യക്തികളെ കേന്ദ്രീകരിച്ചാണ്. ഈ നെറേറ്റീവിൻ്റെ നിർമ്മാണത്തിൽ നമ്മൾ പെട്ടുപോയി എന്നതാണ് ഈ പരാജയത്തെക്കുറിച്ച് എനിക്ക് തോന്നിയൊരു കാര്യം. ആ നെറേറ്റീവ് നിർമ്മിച്ചതിൽ പല ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന കക്ഷി ഇരട്ടത്താപ്പായിട്ടാണ്, 2 മുഖമുള്ള ആയുധങ്ങളാണ് പ്രയോഗിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഭരണത്തിലേറിയ സഖ്യത്തിന് ന്യൂനപക്ഷത്തിൻ്റെ ഏകീകരണത്തിൻ്റെ ആനുകൂല്യമുണ്ടായി. അതിന് കാരണമായി പറയുന്നൊരു പ്രധാന കാര്യം, ഈ വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള ആളുകൾ, സമുദായ നേതാക്കൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന വ്യാജേന ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ നിരന്തരം നടത്തിയപ്പോൾ മുഖ്യമന്ത്രിയോ ഭരണകൂടമോ അതിനെ നിഷേധിച്ചില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയ നെറേറ്റീവാണ്. ഈ നെറേറ്റീവ് വർക്ക് ചെയ്യുമെന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് എനിക്ക് തന്ന പാഠം. ഞാൻ വിചാരിച്ചു ഇത്തരം നെറേറ്റീവൊക്കെ അങ്ങ് തള്ളിക്കളയ ആളുകൾ. അങ്ങനെയല്ല. ചിലപ്പോൾ ഇലക്ഷനോട് തൊട്ട് മുമ്പ് ഉണ്ടാക്കപ്പെടുന്ന നെറേറ്റീവുകൾ അത് കൽപ്പിച്ചുകൂട്ടി ഉണ്ടാക്കപ്പെടുന്നതാണ്. അത് മീഡിയ അതിൽ പങ്കാളികളാണ്. അതിൽ ഈ ഇടതുപക്ഷ വിരുദ്ധ ശക്തികളൊക്കെ ചേർന്നുണ്ടാക്കുന്ന ഒരു വലിയ ആസൂത്രിത പ്രചരണമാണ്. ഇടതുപക്ഷം BJP ആയി ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നായിരുന്നു പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതിനൊക്കെ കാരണം അതാണെന്ന്. വാസ്തവത്തിൽ ഡീലുണ്ടായത് UDF ആയിട്ടാണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലേ? യാഥാർത്ഥ്യം അങ്ങനെയാണ്. എന്നാൽ ഈ നെറേറ്റീവ് വർക്ക് ചെയ്തു. പിണറായിക്കെതിരെ വലിയ ഒരു നെറേറ്റീവ് രൂപപ്പെടുത്തിയെടുത്തു. എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ എത്രയോ ചെറുപ്പം മുതൽ സുതാര്യമായി ജീവിച്ചു വന്ന ഒരാളാണ് അദ്ദേഹം. പണ്ടും തൻ്റെ ക്യാരക്ടർ മാറ്റി ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വെറുതെ ചിരിച്ച് കളിച്ച് നടന്ന ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തുടങ്ങിയ കാലം മുതൽ ഇന്നേ വരെ അദ്ദേഹത്തിൻ്റെ പ്രകൃതത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ബോധപൂർവം തൻ്റെ ക്യാരക്ടറിനെ മാറ്റിയിട്ടില്ല. അപ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറോട് കൂടി ജീവിക്കുന്നതാണോ കൃത്രിമമായി ജീവിക്കുന്നതാണോ ശരി എന്നതിനെക്കുറിച്ചൊരു പ്രശ്നം ഇപ്പോൾ ഉണ്ടായി വരും. എൻ്റെ പ്രകൃതം ആ പ്രകൃതമായിട്ട് കൊണ്ടു നടന്ന് ജനങ്ങളെ സേവിച്ചാൽ അത് അസ്വീകാര്യമാവുകയും പെട്ടെന്ന് ഒരു നിർമ്മിതിയുടെ ഭാഗമായി, ഒരു ഇമേജ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി യഥാർത്ഥ PR വർക്ക് ഉണ്ടാക്കി എടുക്കുന്ന ഇമേജാണ് വിജയിക്കുന്നത്. ഇതൊക്കെ ഈ രാഷ്ട്രീയം തന്ന പാഠങ്ങളാണ്. യാഥാർത്ഥ്യം എന്നത് ഇന്ന് സങ്കീർണമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സത്യാനന്തര കാലമാണ്. സത്യത്തെ വളരെ വേഗം മറയ്ക്കാൻ സാധിക്കും. സത്യം
കുപ്പായം ഇടുമ്പോഴേക്കും നുണ പലവട്ടം ഭൂമി ചുറ്റി വരും. വിശേഷിച്ചും ഇലക്ഷന് തൊട്ട് മുമ്പുണ്ടാക്കപ്പെടുന്ന നെറേറ്റീവുകൾ. ഞാൻ ഈ നെറേറ്റീവുകൾ എന്ന് പറയുന്നത് നിർമ്മിക്കപ്പെടുന്നതാണ് ഈ കഥകൾ. അങ്ങനെ നിർമ്മിക്കപ്പെട്ട കുറേ നെറേറ്റീവുകൾ ഇടതുപക്ഷത്തിനെതിരായി. അല്ലാതെ ഇടതുപക്ഷ ഭരണം ദുർഭരണമായതുകൊണ്ടോ ജനങ്ങൾക്കത് ദുസ്സഹമായതുകൊണ്ടോ അല്ല ഇത്തവണ ഇടതുപക്ഷം പരാജയപ്പെട്ടത്. ആ സുനാമിയിൽ ഞാനും പരാജയപ്പെട്ടതിൽ എനിക്ക് ഖേദമൊന്നുമില്ല. ഞാനൊന്നാമത് ഇത് ജയിക്കാൻ വേണ്ടി നിന്നൊരു സമരമല്ല. പക്ഷേ നിന്ന നിലയ്ക്ക് ജയിക്കണമെന്നുണ്ടായിരുന്നു. വിശേഷം ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ആലങ്കോട് ലീലാകൃഷ്ണൻ എന്നൊരു വ്യക്തിയല്ല, ഞാനൊരു വലിയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് തൃശ്ശൂരിൽ നിന്നത്. അവിടെ ഞാൻ ചെയ്തൊരു കാര്യം, ഇടതുപക്ഷ സാംസ്കാരിക രാഷ്ട്രീയം എങ്ങനെയാണ് ജാതി മത വർണ്ണവർഗ വിഭാഗീയതയ്ക്ക് അതീതമായി മാനവികത കേരളത്തിൽ സൃഷ്ടിച്ചെടുത്തത്. നവോത്ഥാനാനന്തരം മാനവികതയുടെ രാഷ്ട്രീയ പ്രയോഗം യഥാർത്ഥത്തിൽ ഏറ്റെടുത്ത് നടത്തിയത് കേരളത്തിലെ ഇടതുപക്ഷമാണ്. അതെങ്ങനെയൊക്കെയാണ് നമ്മുടെ പൊതുജീവിതത്തിൽ വന്നത്? ഇടതുപക്ഷം ദുർബലമാകുമ്പോൾ ഏത് വിധത്തിലാണ് ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, പലജാതിയായി ഇത്തരത്തിൽ മനുഷ്യ സമൂഹം മാനവികത ശിഥിലീകരിക്കപ്പെടുന്നത്? ഈ ആശയത്തെ പ്രചരിപ്പിക്കുകയാണ് വളരെ ലളിതമായി പാട്ടും കവിതകളും ഒക്കെയായി. ഒരുപക്ഷെ 50 കൊല്ലം മുമ്പൊക്കെ ഇടതുപക്ഷം ഉപേക്ഷിച്ച ഒരു പാട്ടും കവിതയും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രചാരണ പരിപാടിയാണ് ഞാൻ നടത്തിയത്. അത് ജനങ്ങൾ സ്വീകരിച്ചിരുന്നു. ജനങ്ങൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു. വളരെ സങ്കടപ്പെട്ടും കരഞ്ഞുമൊക്കെയാണ് എന്നെ തൃശ്ശൂരിൽ നിന്ന് ഇലക്ഷൻ കഴിഞ്ഞവർ യാത്രയാക്കിയത്. തീർച്ചയായും അതൊരു വല്ലാത്ത അനുഭവമാണ്. ഈ യാത്രയിൽ കണ്ട വൃദ്ധരായ മനുഷ്യർ, അനാഥരായ മനുഷ്യർ, ചേർത്ത് പിടിച്ചവർ, കെട്ടിപ്പിടിച്ച് കരഞ്ഞവർ, അനുഗ്രഹിച്ച അമ്മമാർ, കൊച്ചു കുഞ്ഞുങ്ങൾ, എത്രയെത്രയോ കുഞ്ഞുങ്ങൾ, അവർക്ക് എന്തോ ഒരു ആവേശമായിരുന്നു. അങ്ങനെ ആ മനുഷ്യർ തൃശ്ശൂരിൽ തന്നൊരു സ്നേഹമുണ്ട്. അത് വോട്ടായില്ലെങ്കിലും ആ സ്നേഹം ഞാൻ ജീവിതത്തിൽ മറക്കില്ല. കാരണം ഒരു കവി എന്ന നിലയ്ക്ക് സ്നേഹമാണ് എൻ്റെ പ്രത്യയശാസ്ത്രമായിട്ട് ഞാൻ കൊണ്ടുനടക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ എൻ്റെ വ്യക്തിത്വത്തിലെ അഹന്തയുടെ മുനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒടിച്ചു. സ്നേഹം എന്നത് മനുഷ്യരിലേക്ക് കൊടുത്താൽ കിട്ടുന്നതാണ് എന്ന് പഠിച്ചു. സ്നേഹം വോട്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷേ സ്നേഹം വ്യക്തിത്വത്തെ നവീകരിക്കും എന്ന് മനസ്സിലാക്കി. തൃശ്ശൂരിലെ BJP വിജയം വളരെ വർഷങ്ങൾ കൊണ്ട് അവർ കൾട്ടിവേറ്റ് ചെയ്തുണ്ടാക്കിയൊരു വിജയമാണ്. സുരേഷ് ഗോപി ഒരിക്കൽ പരാജയപ്പെട്ടതിന് ശേഷം 5 വർഷം അവിടെ കേന്ദ്രീകരിച്ച് BJPയും സംഘപരിവാർ ശക്തികളും വളരെ പണിപ്പെട്ടാണ് ആ വിജയം രൂപപ്പെടുത്തിയെടുത്തത്. അതിൽ പല ഘടകങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ അക്കാലത്ത് കോൺഗ്രസിൻ്റെ വോട്ട് BJPക്ക് മറിഞ്ഞിരുന്നു എന്ന് കേട്ടിരുന്നു. പലതും സംഭവിച്ചിരുന്നു. ഏതായാലും ഇത്തവണ എനിക്കൊരു അഭിമാനം തോന്നിയത്, ഞാൻ 3-ാം സ്ഥാനത്താകുമെന്ന് പലരും പ്രചരിപ്പിക്കുകയും പ്രവചിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ BJPയുടെ കേരളത്തിലെ ഏറ്റവും ശക്തി ദുർഗമാണെന്ന് അവർ കരുതിയിരുന്ന ഒരു സ്ഥലത്ത് അവരെ 3-ാം സ്ഥാനത്താക്കാൻ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും എനിക്ക് സാധിച്ചു. അതെൻ്റെ വ്യക്തിപരമായ ഒരു അഭിമാനമാണ്. പക്ഷെ അതിൽ എന്തൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളത് വിശകലനം ചെയ്യേണ്ട ഒന്നാണ്. കാരണം വലിയ തോതിലുള്ള ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. 28,000 വോട്ടാണ് പത്മജ നേടിയത്. പല്ലൻ നേടിയത് ഏതാണ്ട് 60,000-ഓളം വോട്ടാണ്. 34,000 വോട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിനിടയ്ക്ക് വലിയ തോതിൽ BJPക്ക് അവിടെ അടിത്തറയിലുണ്ടായ വോട്ടുകളാണെങ്കിൽ അത് കോൺഗ്രസ് ഭാഗത്തേക്ക് മാറിപ്പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ വിചാരിച്ചതുപോലെ ക്രിസ്തു മതവിശ്വാസികളിൽ നിന്ന്, സഭകളിൽ നിന്ന് ഇങ്ങോട്ടൊഴുകിയ വോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. മറ്റൊന്ന്, BJP വളരെ കാര്യമായി ഉയർത്തിക്കൊണ്ടുവന്ന സുരേഷ് ഗോപി എന്ന വിഗ്രഹം മങ്ങിപ്പോയി എന്നുള്ളതാണ്. സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ വിജയിച്ചില്ല. അദ്ദേഹം ഒരു സിനിമാ നടൻ എന്ന നിലയിൽ വലിയ വിജയമാണ്. ആ ഇമേജ് അവർ ഉപയോഗപ്പെടുത്തി. ഒരു സിനിമാ നടൻ എന്ന നിലയിലുള്ള ഗ്ലാമറാണ് ഒരു തരത്തിൽ ഉപയോഗപ്പെട്ടത്. അത് പക്ഷേ ജനപ്രതിനിധിയായപ്പോൾ മങ്ങിപ്പോയി. ഇത് പലതും പ്രവർത്തിച്ചിട്ടുണ്ട്. ഒന്നുകിൽ BJPയുടെ കുറേ വോട്ടുകൾ UDFിലേക്ക് മാറിയിട്ടുണ്ട്. അത് ഡീലിൻ്റെ ഭാഗമാണെന്നൊന്നും പറയാനുള്ള വിജ്ഞാനം എനിക്കില്ല. മാറിപ്പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നേരത്തെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് വന്ന വോട്ടുകൾ തിരിച്ചുപോയി. ആ വോട്ടുകൾ എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. BJPയെ സഹായിക്കുമായിരുന്ന വോട്ടുകൾ എനിക്ക് കൈവന്നില്ല. അത് രാജൻ ജെ പല്ലനാണ് പോയത്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തൃശ്ശൂർ അസംബ്ലി ഷെയർ സുനിൽകുമാറിന് കുറവായിരുന്നു. സുനിൽകുമാർ ആ സമയത്ത് 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത്. കെ മുരളീധരനും താഴെപ്പെട്ടു. അവിടെ ഈ തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ വോട്ട് ഷെയർ നോക്കുമ്പോൾ അവിടുന്ന് നമ്മൾ വളരെ ഉയർന്നു. അന്ന് 28,000 വോട്ടാണ് തൃശ്ശൂർ മണ്ഡലം ഷെയറായിട്ട് സുനിൽകുമാറിന് കിട്ടിയുള്ളൂ എന്നാണ്. സുനിൽകുമാറിനെ പോലെ വളരെ പ്രഗത്ഭനായ ഒരു ജനനേതാവ്, ഏറ്റവും ജനകീയനായ ഒരു നേതാവിന് അങ്ങനെ ഒരു ഇടിവുണ്ടാക്കാൻ അക്കാലത്ത് BJPക്ക് ഒരു ബൂമുണ്ടായിരുന്നാണ് അവിടെ. അത് നമുക്ക് 34,000 വോട്ടിലേക്ക് കയറ്റാൻ കഴിഞ്ഞു. അതിൻ്റെ വിശകലനം ഞാനല്ല ചെയ്യേണ്ടത്, രാഷ്ട്രീയ പാർട്ടികളാണ്. ഏതായിരുന്നാലും തൃശ്ശൂരിൽ എന്തൊക്കെയോ തിരിമറികൾ നടന്നിട്ടുണ്ട്. തൃശ്ശൂരിൽ ഓരോരോ മുന്നണികളും അവരവരുടെ വോട്ട് പിടിച്ചാൽ ചെറിയ മാർജിനിലേ ജയിക്കുമായിരുന്നുള്ളൂ. ആരായാലും ചെറിയ മാർജിനിലേ ജയിക്കാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അത്ര ടൈറ്റായ ത്രികോണ മത്സരമായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത യഥാർത്ഥമായ വോട്ടുകൾ മുന്നണികൾക്ക് കിട്ടിയിട്ടില്ല.
അത് BJPയുടെ പരാജയമാണോ എന്നൊക്കെ വിലയിരുത്താറായിട്ടില്ല, മറ്റെന്തെങ്കിലും ഡീലാണോ എന്നുള്ളത് വിലയിരുത്താറായിട്ടില്ല. അത് കാലക്രമത്തിൽ തെളിഞ്ഞു വരും. ഏതായിരുന്നാലും തൃശ്ശൂരിൽ ഒരു ശരിയായ രീതിയിലുള്ള വോട്ടിംഗ് അല്ല നടന്നിട്ടുള്ളത്. യഥാർത്ഥ വോട്ടിങ്ങിൽ ചില തരത്തിലുള്ള താല്പര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും തൃശ്ശൂരിലെ ജനത സാംസ്കാരിക അവബോധമുള്ളവർ തന്നെയാണ്. അതോടൊപ്പം അവിടെ ഈ ന്യൂനപക്ഷ സമൂഹങ്ങളുടെ ഒരു ആധിപത്യമുള്ള സ്ഥലമാണ്. ഈ ന്യൂനപക്ഷ ഏകീകരണം എന്നൊരു സംഗതി ഇപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഇത്തരത്തെ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ടല്ലോ, ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ പലരും വിലയിരുത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷത്തിനവിടെ പരാജയം സംഭവിക്കും. ഞാനൊരു തമാശയായിട്ട് പറഞ്ഞു, മനുഷ്യരോടല്ല വോട്ട് ചോദിക്കേണ്ടി വരുന്നത് അവിടെ, ക്രിസ്ത്യാനികളോട്, ഹിന്ദുക്കളോട്, മുസ്ലിങ്ങളോട്, നായന്മാരോട്, ഈഴവരോട്, ഇങ്ങനെ മനുഷ്യരോടല്ല, ജാതിയും മതവും തിരിഞ്ഞ വിഭാഗങ്ങളോടാണ് വോട്ട് ചോദിക്കേണ്ടി വരുന്നത്. മനുഷ്യർ വോട്ട് ചെയ്യുന്ന സാഹചര്യം കേരളത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഭാവിയിൽ എനിക്ക് തോന്നുന്ന ഒരു ഭയം അതാണ്. ഞാൻ പരാജയപ്പെടുന്നതോ ഇടതുപക്ഷം പരാജയപ്പെടുന്നതോ എന്നുള്ള കേവലാർത്ഥത്തിലുള്ള പരാജയമല്ല. ഇടതുപക്ഷം കാലങ്ങളായി ഉണ്ടാക്കിയെടുത്ത മതത്തിനും ജാതിക്കും അതീതമായ ഒരു മാനവികതയുടെ ബലം പൊതുമണ്ഡലത്തിൽ ദുർബലപ്പെട്ടു വരികയാണ്. ഏത് ചെറിയ സമുദായ പ്രസ്ഥാനത്തിനും കുറച്ച് വോട്ടുകൾ കൊണ്ട് ബാർഗെയിൻ ചെയ്യാവുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മുന്നണി രാഷ്ട്രീയം മാറിയിട്ടുണ്ട്. മുന്നണി രാഷ്ട്രീയം ആ രീതിയിൽ മാറുന്നത് അപായകരമായൊരു സൂചനയാണ്. ഇത് ഭാവിയിൽ സഹായിക്കുക മതാധിഷ്ഠിതമായ രാഷ്ട്രീയത്തെയാണ്. ഏത് മതാധിഷ്ഠിതമായ രാഷ്ട്രീയമായാലും അത് നമ്മുടെ സ്റ്റേറ്റിന് അപകടകരമാണ്. ഏത് മതത്തിൻ്റെ, ഞാൻ മതരാഷ്ട്രീയത്തിനെതിരാണ് വാസ്തവത്തിൽ, മതത്തിനെതിരല്ല, മതരാഷ്ട്രീയത്തിനെതിരാണ്. ഇപ്പോൾ ഹിന്ദു പൊളിറ്റിക്സ് ആണെങ്കിലും ഇസ്ലാമിക് പൊളിറ്റിക്സ് ആണെങ്കിലും ക്രിസ്ത്യൻ പൊളിറ്റിക്സ് ആണെങ്കിലും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ മതാധിഷ്ഠിതവും ജാത്യധിഷ്ഠിതവുമായ രാഷ്ട്രീയം വളർന്നു വരുന്നത് ആ സമൂഹത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ആരോഗ്യത്തിന് നന്നല്ല. സ്റ്റേറ്റ് ജനാധിപത്യപരമായി ദുർബലപ്പെടുകയാണ് ചെയ്യുക. ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. ഇന്ത്യയിലെ ജനാധിപത്യപരമായ സ്റ്റേറ്റ് ദുർബലപ്പെട്ടിരിക്കുന്നു. മതാധിഷ്ഠിതമായ ഒരു സ്റ്റേറ്റ് രൂപപ്പെട്ടു വന്നിരിക്കുന്നു. അപ്പോൾ ഏത് മതമാണോ അധികാരത്തിലിരിക്കുന്നത് അതിൻ്റെ ഇരകളാക്കപ്പെടുന്ന സമുദായങ്ങളും മതങ്ങളും അതിനെതിരായിട്ട് മതപരമായി സംഘടിക്കും. അങ്ങനൊരു അവസ്ഥയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റുന്നതിൻ്റെ ഒരു അവസാനത്തെ ദുരന്തമാണ് ഇപ്പോൾ കാണുന്നത്. ദക്ഷിണേന്ത്യയിലായിരുന്നു ചെറുത്തുനിൽപ്പുണ്ടായിരുന്നത്. സ്റ്റാലിൻ തള്ളി മാറ്റപ്പെട്ടു. അവിടെ ഇവിടുന്ന് വിജയിക്കുന്നത് പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു താരാരാധനയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ രാഷ്ട്രീയ വിജയത്തിൽ പൊളിറ്റിക്സ് ഇല്ല. സ്വാഭാവികമായും അവിടേക്ക് മതത്തിന് കടന്നു വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെയാണ് കേരളത്തിൽ ന്യൂനപക്ഷ ഏകീകരണങ്ങൾ സമുദായങ്ങൾ എന്തിൻ്റെ പേരിലാണെങ്കിലും ഏകീകരിച്ചതിൻ്റെ ഭാഗമായിട്ടൊരു പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പിന്തള്ളുന്നത്. തിരിച്ചു വരാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, തിരിച്ചു വരാൻ സാധിക്കണമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. സാധിച്ചില്ലെങ്കിൽ അത് വളരെ അപകടകരമായിരിക്കും. അതുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ പരാജയത്തിൽ നിന്ന് പഠിക്കേണ്ടത് വളരെ ഗൗരവതരമായി പാർട്ടി സംവിധാനത്തെയും പാർട്ടിയും ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തെയും അതിൻ്റെ സാംസ്കാരിക മാനവിക മുഖത്തെയും ശക്തിപ്പെടുത്തിയാലല്ലാതെ ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമല്ലാതെ വരും. ബംഗാളിലൊക്കെ സംഭവിച്ചതുപോലെ തിരിച്ചു വരാത്തൊരു സാഹചര്യം കേരളത്തിൽ വന്നാൽ അത് കേരളത്തിൻ്റെ സർവനാശത്തിലാണ് എത്തിക്കുക. അങ്ങനെ വരില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം കേരളത്തിനൊരു ഇൻഹറൻ്റ് ആയിട്ടുള്ള മതേതര മനസ്സുണ്ട്. എത്ര സമുദായ ശക്തികൾ ബലപ്പെട്ട് പ്രവർത്തിച്ചാലും അത് ഉണർന്നു വരും. വൈകാതെ തന്നെ അതിൻ്റെ അടയാളങ്ങൾ നമുക്ക് കാണാം. പോസിറ്റീവായി ഇടതുപക്ഷ രാഷ്ട്രീയം, അതിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയം, അതിൻ്റെ മാനവികത തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എളിയ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. സ്റ്റാലിൻ്റെ പരാജയവും സംഭവിക്കുന്നതാണ്. വിജയ് ഒരു കൃത്യമായ പൊളിറ്റിക്കൽ കാഴ്ചപ്പാടുള്ള ഒരാളല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അയാൾക്ക് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ആഴമേറിയ വേരുകളൊന്നുമില്ല. സ്റ്റാലിൻ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ അടിയുറച്ചു വന്ന ആളാണ്. ദ്രാവിഡ രാഷ്ട്രീയം കൊണ്ടാണ് അവർ ഭൂരിപക്ഷ വർഗീയത നേരിട്ടത്. മമത അതുപോലെ തന്നെ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായ ശക്തമായ നിലപാടുകൾ കൊണ്ടാണ് നിന്നത്. ഈ 3 സംസ്ഥാനങ്ങളും ദുർബലപ്പെടുന്നതോടുകൂടി ഇന്ത്യയിൽ BJPക്ക് ഉണ്ടായിരുന്ന ദൗർബല്യം പതുക്കെ പതുക്കെ അസ്തമിക്കും. അപ്പോൾ അവരിവിടെ കേന്ദ്രീകരിക്കാൻ തുടങ്ങും. വിശേഷം കേന്ദ്രഭരണം ഉപയോഗിച്ചുകൊണ്ട് പല മിഷണറികൾ ED അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളെയും ഇതിനെതിരെ ഉപയോഗിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ ഫലം ഈ കലുഷത സ്വാഭാവികമായും ഭൂരിപക്ഷ വർഗീയതയെ കൂടുതൽ സഹായിക്കും. കേരളവും തമിഴ്നാടും ബംഗാളും കൂടി ദുർബലപ്പെടുന്നതോടുകൂടി ഇന്ത്യ മുഴുവൻ ഹിന്ദുത്വവാദികളുടെ പിടിയിലകപ്പെടും. നമ്മളൊക്കെ ഭയപ്പെട്ടത് സംഭവിക്കുന്നൊരു സാഹചര്യം വരും. വാസ്തവത്തിൽ വലിയ ദുഃഖിതനാണ് ഞാൻ.
ഈ മതരാഷ്ട്രീയം എന്നത് ഒരു കാലത്തും മനുഷ്യനെ സഹായിച്ചിട്ടില്ല. ലോകത്തെവിടെയൊക്കെ മതരാഷ്ട്രീയം ശക്തിപ്പെട്ടു വന്നിട്ടുണ്ടോ അതിൻ്റെ ഫാഷിസ്റ്റ് സ്വഭാവങ്ങൾ മാനവരാശിയെ തകർക്കുകയാണ് ചെയ്തത് ലോങ് റൺ. അപ്പോൾ രാഷ്ട്രീയം എന്നത് മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് മാനവികതയിൽ നിന്ന് വളർന്നു വരേണ്ടതാണ്. അതൊരു കാൽപ്പനിക ബുദ്ധിജീവിയുടെ സ്വപ്നം മാത്രമല്ല, അത് മനുഷ്യൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് രാഷ്ട്രീയം പ്രവർത്തിക്കേണ്ട രീതി ആണ്. അതില്ലാതായാൽ ബിഷപ്പിന് പകരം മതം മതിയാവില്ല. മനുഷ്യൻ്റെ മറ്റ് പല പ്രശ്നങ്ങൾക്കും മതം പരിഹാരമല്ല. മതം എന്നത് സ്വകാര്യമായൊരു കാര്യം. ഞാൻ ദൈവവിശ്വാസിയാണ്, ഞാൻ മതവിരോധിയൊന്നുമല്ല. എൻ്റെ വിശ്വാസം എൻ്റെ മാത്രം ഒരു കാര്യമാണ്. അത് സമൂഹത്തിൽ ഞാൻ അടിച്ചേൽപ്പിക്കേണ്ടതല്ല. ലോകത്തെവിടെ നിങ്ങൾ ചരിത്രത്തിൽ നോക്കൂ, ഹിറ്റ്ലറുടെ കാര്യത്തിലാണെങ്കിലും മുസോളിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ നെതന്യാഹുവിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരളവ് വരെ വർഗീയവാദി അല്ലെങ്കിലും ട്രംപ് അടക്കമുള്ളവർ കൊണ്ടുവരുന്ന വംശീയതയുടെയും മതാത്മകതയുടെയും ദോഷമാണ് ഇന്നത്തെ ലോകശാക്തിക ചേരികളെ ഇത്രമേൽ യുദ്ധാസക്തമാക്കുന്നതും ഇത്രമേൽ മനുഷ്യവിരുദ്ധമാക്കുന്നതും. അപ്പോൾ ഇതിനെ മാറ്റുക എന്നത് മാനവികത കൊണ്ട് മാത്രം സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഗുണമായിട്ട് ഞാൻ എല്ലാ കാലത്തും, ഞാൻ എന്തുകൊണ്ട് ഇടതുപക്ഷ സഹായത്രികനാണെന്ന് ചോദിച്ചാൽ, ഇടതുപക്ഷം മാനവികതയുടെ രാഷ്ട്രീയമാണ് എല്ലാ കാലത്തും കൊണ്ടു നടന്നിട്ടുള്ളത്. തൽക്കാലം അടവ് നയങ്ങളിൽ ചിലപ്പോൾ ചില സമുദായ കക്ഷികളുമായിട്ട് ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിട്ടെങ്കിലും അടിസ്ഥാനപരമായി ഇടതുപക്ഷമാണ് ഈ മതേതര മാനവികതയുടെ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷം കുറെ കൂടെ ജാഗ്രത പാലിക്കണം. കണ്ടതിനും കേട്ടതിനൊക്കെ ചാടി പുറപ്പെട്ട് പെട്ടെന്ന് ഒരു തരത്തിൽ അപ്രീതി ജനങ്ങളിൽ നിന്ന് നേടാതെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ സജീവമായിട്ട് ഇടപെടുക. ജനങ്ങൾക്ക് ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്, മതത്തിന് പരിഹരിക്കാൻ പറ്റാത്ത. അവിടെ അടിത്തട്ടിൽ പണ്ട് പാർട്ടി ചെയ്തതുപോലെ രണ്ട് ഇടതുപക്ഷ പാർട്ടികളും, ഞാൻ പറയുക നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾ അടക്കമുള്ള എല്ലാ ചിതറിക്കിടക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും ഏകോപിപ്പിക്കണമെന്നാണ്. കോൺഗ്രസ് അതിൻ്റെ ഇന്ത്യ സഖ്യത്തിൽ കാണിക്കേണ്ട സത്യസന്ധതയും ജാഗ്രതയും കാണിച്ചില്ല എന്നതിന് ഇപ്പോൾ കേരളവും തമിഴ്നാടും ബംഗാളും ഒക്കെ തെളിവ് തരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ വികാസത്തിൽ നമുക്ക് സംശയം തോന്നുന്നുണ്ട്. അത് വികസിപ്പിക്കണമെങ്കിൽ തന്നെയും ഇടതുപക്ഷത്തിന് അതിലൊരു മേൽക്കൈ ഉണ്ടാവണം. ഇടതുപക്ഷത്തിന് അതിൻ്റെ ഗതി നിയന്ത്രിക്കാൻ പൊതു മിനിമം പരിപാടികൾ നിർണ്ണയിക്കാനുള്ള സ്വാധീനം വേണം. അതിന് CPIയും മാത്രം പോരാ, ചിതറിക്കിടക്കുന്ന അനേകം ഇടതുപക്ഷ ഗ്രൂപ്പുകളുണ്ട്. 36-37 ഇടതുപക്ഷ പാർട്ടികൾ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. അതിനെ ഏകീകരിക്കാനുള്ള ഒരു ശ്രമം ഇതുവരെ നടന്നിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇടതുപക്ഷത്തിൻ്റെ തീവ്രത കൂടിയതും കുറഞ്ഞതുമായ പ്രസ്ഥാനങ്ങൾക്ക് മാനവികതയുടെ കാര്യത്തിൽ ഒരു പൊതു മിനിമം ബോധമുണ്ടല്ലോ. അത് എന്തുകൊണ്ടാണ് നടക്കാത്തതെന്ന് എനിക്കറിഞ്ഞൂടെ. ഇന്ത്യയിൽ ഇപ്പോൾ ബീഹാറിലൊക്കെ ML പാർട്ടികൾ വിജയം നേടുന്നുണ്ട്, അവർ പാർലമെൻ്ററി ഡെമോക്രസിയായിട്ട് സഹകരിച്ച് പോരുന്നുണ്ട്. കേരളത്തിലെ ML പാർട്ടികളുടെ ദുർബലമായ ഗ്രൂപ്പുകളുണ്ട്. ഇന്ത്യയിൽ ഉടനീളം ഈ പണ്ട് ചിതറിപ്പോയ നക്സൽ ML പ്രസ്ഥാനങ്ങളുടെ ധാരാളം ഗ്രൂപ്പുകളുണ്ട്. ഫോർവേഡ് ബ്ലോക്ക്, സോഷ്യലിസ്റ്റുകൾ, ശിഥിലമായി കിടക്കുന്ന ഒരുപാട് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്. സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഈ പറയുന്ന എല്ലാവിധ ഈ ML അടക്കമുള്ള വിഭാഗങ്ങളും സഹകരിച്ചുകൊണ്ട് ഒരു മൂന്നാം ബദൽ, ഇന്ത്യ സഖ്യം പോലും ഒരു ബദലാകുമെന്ന് തോന്നാത്തൊരു സാഹചര്യമാണ് നമുക്കുള്ളത്. ആ മൂന്നാം ബദൽ കോൺഗ്രസ് വരുന്നെങ്കിൽ നല്ലത്. കോൺഗ്രസ് ചിന്തിക്കുകയാണെങ്കിൽ ഇതൊക്കെ കൂടി ചേർന്നൊരു മൂന്നാം ബദൽ, ജനാധിപത്യത്തിൻ്റെ ശക്തിയെ ബലപ്പെടുത്താൻ പോകുന്ന മതേതര മനസ്സുള്ള എല്ലാ വിഭാഗങ്ങളെയും ഏകീകരിക്കുന്നൊരു ബദൽ രൂപപ്പെടുത്തി കൊണ്ടുവന്നില്ലെങ്കിൽ വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് ഇന്ത്യ പോകും. നമ്മൾ കവികളായതുകൊണ്ട് വീണ്ടും സ്വപ്നം കാണുന്നു അങ്ങനൊരു ഏകീകരണം സംഭവിക്കും. ഫാഷിസം അതിൻ്റെ പൂർണ്ണ ദംഷ്ട്രകൾ പുറത്തേക്കെടുക്കുമ്പോൾ വലിച്ചെറിയപ്പെടുന്ന മനുഷ്യർ ഏകീകരിക്കപ്പെടും. ഒപ്പുകടലാസിൽ എന്നതുപോലെ നട്ടിലുള്ള പ്രത്യയശാസ്ത്രം ശക്തി പ്രാപിക്കും. വലിച്ചെറിയപ്പെടുന്ന ജീവിതങ്ങൾ പടിയിറക്കപ്പെടും, കുടിയിറക്കപ്പെടും. കൂട്ടരെ പറയുവിൻ ഏത് ദേശക്കാർ നിങ്ങൾ? പ്രസവിച്ചത് ഇന്ത്യയായി, പ്രസവിച്ചത് ഇംഗ്ലണ്ടായി, പ്രസവിച്ചത് ആഫ്രിക്കൻ വൻകരയായി. അതിലെന്തുണ്ട് അർത്ഥം? ആർക്കാനും അല്ലാത്ത ഭൂപടമൂലും വൻകരയ്ക്ക് അർത്ഥമുണ്ടോ? എവിടെവിടങ്ങളിൽ ചട്ടി പുറത്തെടുത്തെറിയപ്പെടുന്നുണ്ട് ഈ പാരിടത്തിൽ. അവിടവിടങ്ങളെ ചേർത്തു വരയ്ക്കുകൊന്നിവരുടെ രാഷ്ട്രത്തിന് അതിർവരകൾ. ചട്ടി പുറത്തെടുത്തെറിയപ്പെടുന്ന മനുഷ്യർ, കുടിയിറക്കപ്പെടുന്ന മനുഷ്യർ, പട്ടിണി കിടക്കുന്ന മനുഷ്യർ, അനാഥർ, ദുഃഖിതർ, ദരിദ്രർ, തള്ളിമാറ്റപ്പെട്ടവർ, അവരുടെ രാഷ്ട്രീയമാണ്. അല്ലാതെ വെറും ഒരു പാർട്ടി അംഗത്വത്തിൻ്റെ രാഷ്ട്രീയമല്ല. അവരുടെ രാഷ്ട്രീയമായിട്ട് വിശാലമായ ഇടതുപക്ഷം രൂപപ്പെട്ടു വരണം. അതിന് തയ്യാറെടുക്കാൻ മുഖ്യധാര ഇടതുപക്ഷങ്ങൾ തയ്യാറാകണം. വളരെ വികാരപരമായി കാണുന്നതിനോടൊക്കെ ചാടിക്കയറി പ്രതികരിച്ച് കലാപങ്ങളുണ്ടാക്കി
അസ്ഥിരതകൾ ഉണ്ടാക്കി മനുഷ്യരെ ഭയപ്പെടുത്തുന്ന സാഹചര്യമല്ല സൃഷ്ടിക്കേണ്ടത്. നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്തി അതൊരു പ്രതിരോധ മാനവ ശക്തിയാക്കി വളർത്താൻ ഇടതുപക്ഷത്തിന് സാധിക്കുമെന്നാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. സാധിക്കണം. അതിനായിട്ട് ശേഷിച്ച കാലം എൻ്റെ സർഗാത്മകതയും എൻ്റെ പ്രവർത്തനവും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും.